ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്യാരറ്റ് പായസമായിട്ടാണ്. അപ്പോൾ ഇത് പായസം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിത് പായസം എന്നും പറയാം, അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് ഡ്രിങ്ക്, ക്യാരറ്റ് ജ്യൂസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം. അപ്പോൾ അതിന് ആദ്യം ഞാനിതാ 2 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി എല്ലാം കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് സാബുനരി ഉണ്ടല്ലോ, അതും ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ അതും വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ സാബുനരി വെന്ത് കഴിഞ്ഞാൽ നമ്മളൊരു അരിപ്പയിലോട്ട് മാറ്റിയിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കഴുകിയെടുക്കുക, അതിൻ്റെ ആ ഒരു പശപ്പെല്ലാം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ക്യാരറ്റും എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനിത് മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അരക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെറും ക്യാരറ്റ് മാത്രം. പിന്നെ നമ്മൾ പായസം റെഡിയാക്കുന്ന ഒരു പാനിലോട്ട് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാൽ ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള സാബുനരി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി, പക്ഷെ എന്തായാലും ആ ഒരു മിൽക്ക് മെയ്ഡ് ഇടുന്നൊരു ടേസ്റ്റ് വേറെ തന്നെ. അപ്പോൾ എന്തായാലും ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ നോക്കാം. പകുതി പഞ്ചസാരയും പകുതി മിൽക്ക് മെയ്ഡും അങ്ങനെയും ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇതൊരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്, കാരണം ഇതിന് നല്ല മധുരം വേണം. അപ്പോൾ തണുപ്പെല്ലാം തണുത്തിട്ട് കുടിക്കുമ്പോൾ ആ ഒരു മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും, അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലോണം എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് കൂടുതൽ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നമ്മളെല്ലാം കുക്ക് ചെയ്തതാണല്ലോ ഈ സാബുനരിയും ക്യാരറ്റും എല്ലാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ RKG ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സ്, കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അതിടാം. പിന്നെ കിസ്മിസ് ഉണ്ടെങ്കിൽ, മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം നോക്കുമ്പോൾ എൻ്റെ അടുത്ത് അതില്ലേനു. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കൂടുതലിട്ട് റോസ്റ്റ് ചെയ്യേണ്ട. കുറച്ച് നേരം ഒന്ന് ഒരു വാടിയതുപോലെ ആയാൽ മതി. പിന്നെ അതിനാവശ്യത്തിനുള്ള 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഈ ക്യാരറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചൊന്നൊന്ന് ചൂടാക്കുക, അത്രേ വേണ്ടൂ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു പഞ്ചസാര കുറച്ചൊന്ന് മെൽട്ടായി വരില്ലേ, അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മൾ ആ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ശരിക്കും തലേന്ന് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് ഉച്ചക്കെല്ലാം എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതേപോലെ ഇന്ന് പിറ്റേന്ന് ഉച്ചക്ക് എടുത്തിട്ടുണ്ട്, ഇന്നലെ ഉണ്ടാക്കി വെച്ചതിനും. നോക്കുമ്പോൾ തണുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാൻ. അപ്പോൾ ഇത് പായസമാണോ, അപ്പോൾ നമ്മൾ ഈ സാധാരണ ക്യാരറ്റ് പുഴുങ്ങി കുക്ക് ചെയ്തിട്ട് ജ്യൂസ് ആക്കൂലേ, അതെല്ലാം പോലെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അതിലേക്ക് എന്ത് ചെയ്തു, കുറച്ച് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത്. നിങ്ങൾക്ക് അതൊന്നും ഇടണമെന്നില്ല, അങ്ങനെ തന്നെ കുടിക്കുകയും ചെയ്യാം. ഞാൻ പിന്നെ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് ചുമ്മാ ഇട്ട് കൊടുത്തതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ബദാം അങ്ങനെയെല്ലാം ചോപ്പ് ചെയ്തിട്ടെല്ലാം ഇട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കുടിക്കാം. ഇത് ഗസ്റ്റെല്ലാം വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റിയൊരു ഡ്രിങ്കാണ് ഇത്. 2 ദിവസമെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കുറച്ച് ആപ്പിളും ഇട്ടിട്ട് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇങ്ങനെ ആകുമ്പോൾ ഒരു വെറൈറ്റി, ആ ഒരു ക്യാരറ്റും ആപ്പിളും എല്ലാം കടിക്കാനും കിട്ടും. തണുപ്പിച്ചിട്ട് ഇത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഇത് ഗസ്റ്റെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കി കൊടുക്കുക. ഒരു പാർട്ടിക്കെല്ലാം വിളമ്പാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആകെ ക്യാരറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇട്ടിട്ട് റെഡിയാക്കാം. അപ്പോൾ എന്തായാലും വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.